ശാസ്ത്രലോകത്തെയും വന്യജീവി സംരക്ഷകരെയും ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നു. ദുരന്തഭൂമിയായ ഷെർണോബിലിലെ നായ്ക്കൾക്ക് നീല നിറം. സമൂഹ മാധ്യമങ്ങളിൽ നായ്ക്കളുടെ ചിത്രങ്ങളും വീഡിയോകളും എത്തിയതോടെ സംഭവം വലിയ വാർത്തയായി. റേഡിയേഷൻ അവരുടെ ശരീരത്ത് വരുത്തിയ മ്യൂട്ടേഷൻ ആകാം ഇതിന് കാരണമെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ മറ്റ് ബാഹ്യകാരണങ്ങളാകാം ഇതിന് പിന്നിലെന്ന് പറയുന്നവരുമുണ്ട്. ഡോഗ്സ് ഓഫ് ഷെർണോബിൽ എന്ന സംഘടനയാണ് ഈ നായകളെ സംരക്ഷിച്ചു വരുന്നത്. ഇവർ തന്നെയാണ് നായ്ക്കളുടെ നിറവ്യത്യാസത്തിന്റെ വാർത്ത പുറത്തുവിട്ടതും. ഏകദേശം 700 നായകൾ ഇവിടെ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 3 എണ്ണത്തിന്റെ നിറത്തിലാണ് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത്. നായ്ക്കൾക്ക് പെട്ടെന്നുണ്ടായ ഈ മാറ്റത്തിന് കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇവയ്ക്ക് ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടെത്തിയിട്ടുമില്ല. ദുരന്തം നടന്ന് 39 വർഷം കഴിഞ്ഞിട്ടും ഇത്തരത്തിലൊരു സംഭവം ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റേഡിയേഷൻ അവരുടെ ശരീരത്ത് ഇത്തരത്തിലൊരു മാറ്റം പ്രകടമാക്കാൻ സാധ്യതയില്ലെന്നും നായ്ക്കൾക്ക് മുൻപ് നടത്തിയ ജനിതക പഠനത്തിൽ വികിരണത്തെ തടയാനുള്ള ശേഷി ഇവയ്ക്കുള്ളതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. പണ്ടുണ്ടായിരുന്ന വ്യവസായങ്ങളുടെ പല കെമിക്കൽ ഗോഡൌണുകളും ഫാക്ടറികളും ഇന്നും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് തുരിശുപോലെ നീല നിറത്തിലുള്ള എന്തെങ്കിലും രാസവസ്തുക്കൾ ഇവരുടെ രോമത്തിൽ പറ്റിപ്പിടിച്ചതാകാനാണ് സാധ്യതയെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. 1986 ലോകത്തെ തന്നെ ഞെട്ടിച്ച വിസ്ഫോടനം നടന്നത്. ഷെർണോബിലിലെ 4ാം റിയാക്ടറിന്റെ ഘടനാപരമായ പാളിച്ചകളും മോശമായ പ്രവർത്തന സംവിധാനങ്ങളുമാണ് ദുരന്തത്തിന് കാരണമായത്. ഇന്നും 100 ടണ്ണോളം ഭാരമുള്ള ആണവ അവശിഷ്ടങ്ങൾ റിയാക്ടർ നിലനിന്നിരുന്ന മേഖലകളിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ കണ്ടെത്തിയ നീല നായ്ക്കളെ അതിജീവനത്തിന്റെയും ലോകത്തിലെ ഒരു കറുത്ത ദിനത്തിന്റെ അവശേഷിപ്പുകളായും കൂടി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്.